പണ്ടൊക്കെ ആനയുണ്ടോ ഇവിടെ? ഒരു മാറ്റമില്ലല്ലോ അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? രണ്ട് എന്തെങ്കിലും ഒരു പാട്ടോ എന്തെങ്കിലുമൊക്കെ പാടിയാൽ നിങ്ങൾ കൈയടിക്കുമെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്റെ പൊന്നോ വേണ്ട. മിമിക്രി വേണോ? ഉമിക്രിയോ? തുടങ്ങി നിന്റെ ഈ അനാവസരത്തിലുള്ള പഴഞ്ചൊല്ലി കുറച്ചിൽ ആദ്യം ഒന്ന് നിർത്തും. ഈ ഇടയായിട്ട് എയറിലാ നിൽക്കണ എന്നെ യൂട്യൂബർമാരൊക്കെ ഇങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുക. സ്വാഭാവികം. ഞാൻ മസ്കറ്റിൽ ഒരു ഷോ ചെയ്തു. ആ ഷോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഓഡിറ്റോറിയത്തിന്റെ ബാക്കിലേക്ക് സൗണ്ട് എത്തിയില്ല. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ആ സൗണ്ട് അവിടെ എത്തിയെന്നില്ല എന്ന് മാത്രമല്ല, അത് പെട്ടെന്ന് ശരിയാക്കുകയും ചെയ്തു. അപ്പൊ സൗണ്ട് എത്താതെ വരുമ്പോ ഈ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെയാണ് അവര് പറയടാ, എടാ ഇവിടെ സംഭവത്തില്ല കേൾക്കുന്നില്ല, അവരോർക്കും നമ്മുടെ പരിപാടി പൊളിഞ്ഞു പോയെന്ന്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? അവരും കേൾക്കുന്നില്ല, ആരെയും കേൾപ്പിക്കുന്നുമില്ല. അച്ചായന് ബുദ്ധിമുട്ടായോ? അച്ചാമ്മയ്ക്ക് ബുദ്ധിമുട്ടായോ? ഇല്ല, എനിക്ക് സ്വല്പം ബുദ്ധിമുട്ടായി. എന്താ ചെയ്യണ്ടേ? അപ്പൊ സൗണ്ട് എത്താതെ വരുമ്പോ ഈ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെയാണ് അവര് പറയടാ, എടാ ഇവിടെ സംഭവത്തില്ല കേൾക്കുന്നില്ല, അവരോർക്കും നമ്മുടെ പരിപാടി പൊളിഞ്ഞു പോയെന്ന്. എന്താ ചെയ്യണ്ടേ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. അങ്ങനെ പരിപാടി പൊളിച്ചു എന്നും പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇപ്പൊ എന്റെ ഒരു പടം ഇറങ്ങിയിട്ട് പോലും ഇത്രത്തോളം ഞാൻ വൈറലായിട്ടില്ല. ഞാൻ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു.